ഞാൻ ഇവിടെ വെച്ച് കാണിച്ചു തരാം ഈ കുട്ടി ഇപ്പൊ സംസാരിക്കുന്നത്. വാ. സോ 2 സെന്റൻസ് പറഞ്ഞു. പറ്റണില്ലല്ലോ? പറ്റണില്ല. ഫസ്റ്റ് ടൈം ആർക്കും പറ്റില്ല. ദേവിക പബ്ലിക്കലി സ്പീക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ദേവികയെ കൊണ്ട് നമ്മൾ സംസാരിപ്പിക്കുന്നത് കാണിക്കണം. ദേവിക ഒന്ന് കണ്ണടച്ചേ. ഇനി അങ്ങനെ സൈലന്റ് ആയിട്ടിരുന്ന നിങ്ങളൊന്ന് കണ്ണടച്ചേ. ഇനി ദേവിക മാത്രം കണ്ണു തുറന്ന് ഒരു വിറക്കിൽ പോകുന്നുണ്ട്. ദേവിക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ വേറെ കവറപ്പ് ചെയ്യണ്ടേ? ദേവികയുടെ പേര് മാത്രം ഒന്ന് പറഞ്ഞു. എൻ്റെ പേര് ദേവിക എന്ന് പറഞ്ഞു. ഒരു വിറയില്ല. വേറെ കവറപ്പ് ചെയ്യുക പറയാ. ഇത് പറഞ്ഞാലേ NSSന്റെ സർട്ടിഫിക്കറ്റ് കിട്ടുള്ളൂ. ഇത് പറഞ്ഞാലേ +2 പാസ്സാവുള്ളൂ. അങ്ങനെ ആലോചിക്കുമ്പോൾ പറയാൻ തോന്നുന്നുണ്ടോ അല്ലേ? പേര് മാത്രം ഒറ്റ സെന്റൻസിൽ പറഞ്ഞു. കണ്ടോ? ഫസ്റ്റ് സെന്റൻസ് കണ്ടോ? നീ കണ്ണു തുറന്ന് നിങ്ങൾ കണ്ണു തുറന്ന് പറഞ്ഞത് ഒരു സെന്റൻസ് ആയോ? നിങ്ങളൊന്നുകൂടി കണ്ണടച്ചേ. ഒന്ന് ആലോചിക്കും. നമുക്ക് ഇത് സംസാരിക്കാൻ അറിയാം. ദേവിക അറിയാം. ഓക്കെ. അപ്പോൾ ഇവിടുന്ന് ഒരു 3 സെന്റൻസ് നിർത്താണ്ട് പറയണം. എൻ്റെ പേര് ദേവിക, എനിക്ക് പബ്ലിക് സ്പീക്കിംഗ് സംസാരിക്കാൻ കഴിയും, ഞാൻ വളരെ കോൺഫിഡൻ്റ് ആണ്. മനസ്സിലായോ? അന്ന് നിങ്ങൾ കണ്ണു തുറന്നോ? എൻ്റെ പേര് ദേവിക, ഞാൻ പബ്ലിക് സ്പീക്കിംഗ് സംസാരിക്കും, ഞാൻ കോൺഫിഡൻ്റ് ആണ്. പോരെ? പറയിച്ചില്ല നമ്മൾ 3 സെന്റൻസ്. നിങ്ങളിപ്പോൾ ആലോചിക്കും. നിങ്ങളിപ്പോൾ ഏതെങ്കിലും ജോബിന് പോകുമ്പോഴോ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ഥലത്ത് പോകുമ്പോഴോ നിങ്ങളെ സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളെ തന്നെ എന്താണെന്ന് പ്രൂവ് ചെയ്യണതോ സംസാരിച്ച് കൊടുക്കണതോ ആണ്. ഇതുപോലെ ഒരു 3 സെന്റൻസ് ഇതിന്റെ മുന്നിൽ നിന്നിട്ട് പറയാൻ പറ്റുന്ന ഒരാൾക്ക് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പറ്റും.